സഖാവ് മുകുന്ദൻ്റെ കടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീട്ടുമെന്ന് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി നേതാക്കന്മാർ നേരിട്ട് ആ കാര്യം അറിയിച്ചിട്ടുണ്ട്. സഖാവ് മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തമനായ സഖാവാണ്. ഏറ്റവും താഴെ നിന്ന് വളർന്നു വന്ന ഒരു ഉത്തമനായ സഖാവ്. അങ്ങാടിയിൽ ചുമട്ടുകാരനായി ജീവിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ട് പാർട്ടിക്ക് പ്രവർത്തിച്ച നേതാവാണ് സഖാവ് മുകുന്ദൻ. ആ മുകുന്ദനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാക്കി, അദ്ദേഹത്തെ MLA ആക്കി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം എല്ലാവരും കാണണം. രാഷ്ട്രീയക്കാരെയെല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ പണം വാരിക്കൊരുന്നു, കുന്നുകൊട്ടുന്നു എന്നൊക്കെ പറയുന്നവർ. അതെന്താ പറയാത്തത്? MLA ആയിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട് ചോർന്നൊലിക്കുന്നു. അതിനർത്ഥം എന്താ? ആ അർത്ഥം കമ്മ്യൂണിസ്റ്റ് MLA വഴിവിട്ട മാർഗം സ്വീകരിക്കുന്നില്ല എന്നാണ്. ആ മഹത്വത്തെ അവർ മാനിക്കണം വിമർശകന്മാരെല്ലാവരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുകുന്ദനെപ്പറ്റി നല്ലതേ പറയാനുള്ളൂ. അതുകൊണ്ട് ആ വീട് നന്നായി വരും. ആ കളം ഞങ്ങൾ കിട്ടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുകുന്ദനെ നേതാവായിട്ടൊന്നും കാണാൻ കഴിയും. വേറെ ഈ കർഷകരുടെ വിഷയങ്ങളിൽ എപ്പോഴും CPI വലിയ ഇടപെടൽ നടത്താറുള്ളത്. പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് ഏകദേശം 50,000-ഓളം കർഷകർക്ക് നെല്ല് സംഭരിച്ചതിൻ്റെ തുക ഇനിയും ലഭിച്ചിട്ടില്ല. ഇത് പാർട്ടിയുടെ തന്നെ മന്ത്രിയാണ്. ആ വിഷയത്തിൻ്റെ ഗൗരവം പാർട്ടി കാണുന്നുണ്ട്. അതിന് കൃഷി സിവിൽ സപ്ലൈസ് മന്ത്രിമാർ ആത്മഹത്യ ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങളുടെ ഒരു വിഷയമുണ്ട്. അതിൻ്റെ പരിഹാരം തേടുന്ന തിരക്കിലാണവർ. എത്രയും വേഗം ആ കടമ നിറവേറ്റും, ആ കടം കിട്ടും.